ഷഅബാനിലെ 15-ാം രാവിനാണ് ബറാഅത്ത് രാവ് എന്ന് പറയാറുള്ളത്. അത് വലിയ പുണ്യമുള്ളൊരു രാത്രിയാണ്. ബറാഅത്തിൻ്റെ നോമ്പ് അയ്യാമുൽ ബീലിൽപ്പെട്ടതായ നിലക്ക് സുന്നത്താണെന്നല്ലാതെ സ്വന്തം ബറാഅത്തിൻ്റെ നോമ്പായ നിലക്ക് സുന്നത്തില്ലെന്ന് സ്ഥിരപ്പെട്ടു. എന്നാൽ ഇബ്നു മാജൻ്റെ സുന്നത്താണെന്നുള്ള ഹദീസ് ദഈഫുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ഇത് ബറാഅത്തിൻ്റെ നോമ്പാണ് എന്നുള്ളത് എന്തല്ല, അത് തെളിവുള്ള കാര്യം, അത് ദുർബലമാണ് എന്ന് കണ്ണിയത്ത് സ്മരണികയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. ഷഅബാൻ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ച ഒരു മാസം, ഏറ്റവും കൂടുതൽ നോമ്പ്, വളരെ വിരളമായി ദിനങ്ങൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൽ ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നബി നോമ്പെടുത്തിരുന്നു എന്നാണ്. ഷഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഷഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മകളുടെ കാര്യത്തിലൊക്കെ ഏറെ ശ്രദ്ധിച്ച ഒരു മാസമായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഷഅബാൻ മാസത്തിൽ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്ലാം പ്രത്യേകമായി നമ്മളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നതിൽ നിന്നാണ് ഇന്നത്തെ ചർച്ച നമ്മൾ ആരംഭിക്കുന്നത്. മുസ്തഫ മദനി, അവിടെ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഷഅബാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാൻ കൊണ്ട് തണൽ വിരിക്കപ്പെട്ട ഒരു മാസമാണ്. വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി പരിഗണിക്കേണ്ട ഒരു മാസമാണ് ഷഅബാൻ. അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റസൂല് അത് പ്രിയപ്പെട്ടതായി കണ്ടു എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിനെ എങ്ങനെയാണ് വരവേറ്റത്? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ ആ അതിഥികൾക്ക് വേണ്ടി നമ്മൾ ഏറ്റവും നന്നായി ഒരുങ്ങും. വീട് വൃത്തിയാക്കി ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ റമളാനിനെ വരവേൽക്കാൻ ഷഅബാനിനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി വരുന്നു എന്നറിഞ്ഞാൽ എല്ലാം വളരെ വെടിപ്പായി സംവിധാനിച്ച് യാത്രാ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അതൊരു അതിഥിയോട് കാണിക്കുന്ന ആദരവാണ്. ഇപ്പോൾ റമളാൻ എന്ന അതിഥി വന്നെത്തുന്നതിന് മുമ്പ് ഷഅബാനിൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനോഹരമായി ഒരുങ്ങിയിരുന്നു എന്നതാണ്. കാരണം ഈമാനിനെ ബലപ്പെടുത്തി, ഇഖ്ലാസിനെ ശക്തിപ്പെടുത്തി, തഖ്വയെ രൂഢമൂലമാക്കി, തനിക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളിൽ ഒന്നുപോലും റമളാനിൽ നഷ്ടപ്പെട്ടു പോവാതിരിക്കാവുന്ന നിലക്ക് ഷഅബാനിനെ ഉപയോഗിച്ചു എന്നത് നമുക്ക് കാണാം. അപ്പം അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അധിക ജനങ്ങളും ഷഅബാനിനെ ഒരു പക്ഷേ അശ്രദ്ധമായി കണക്കാക്കും. കാരണം ദാലിക ഷഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ എന്നാണ്. റമളാനിനും റജബിനും ഇടയിൽ വരുന്ന ഒരു മാസം എന്നുള്ള നിലക്ക്. റജബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പവിത്രമായ മാസമാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഷഅബാൻ പലപ്പോഴും ജനങ്ങൾ അശ്രദ്ധമായി പോകുന്നുവോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിമർശനാത്മകമായി പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട്? ഈ 3 മാസത്തെയും ഒരു വിശ്വാസി സത്യത്തിൽ പരിഗണിക്കേണ്ടത് റജബ് ഉഴുതുമറിക്കാനും വിളയിറക്കാനും നട്ടുപിടിപ്പിക്കുവാനുമുള്ള വിത്തിറക്കാനുള്ള മാസം എന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത്. ഷഅബാൻ ആവട്ടെ അതിലേക്ക് വെള്ളവും വളവും നൽകുവാനും എന്നിട്ട് അതിനെ പരിപോഷിപ്പിക്കുവാനും കളപറിക്കാനും പുഴുക്കുത്തു മാറ്റാനുമൊക്കെയുള്ള ഒരു ഇടപെടലായിട്ടാണ് അവതരിപ്പിച്ചത്. എന്നാൽ റമളാൻ ആവട്ടെ കൊയ്ത്തിൻ്റെ മാസമാണ്. അത് പുണ്യങ്ങളുടെ കൊയ്ത്തുത്സവമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത്ര വിവേകത്തോടു കൂടി റജബിനെയും ഷഅബാനിനെയും റമളാനിനെയും പരിഗണിക്കുക എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിനെ പരിഗണിച്ചത്? അത് നബി തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ച് അതിനെ വളരെ മനോഹരമായി ഉപയോഗപ്പെടുത്തി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറഞ്ഞത്, നബി തങ്ങൾ തൻ്റെ ജീവിതത്തിൽ റമളാൻ നിർബന്ധ നോമ്പാണ്, പക്ഷേ ഷഅബാൻ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ച ഒരു മാസം. ഏറ്റവും കൂടുതൽ നോമ്പ്, വളരെ വിരളമായി ദിനങ്ങൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ
ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും നബി നോമ്പെടുത്തിരുന്നു എന്നാണ്. അപ്പോൾ നോമ്പ് എന്നതിനെ കൊണ്ടാണ് ഷഅബാനിനെ നബി തങ്ങൾ എന്ത് ചെയ്ത് സജീവമാക്കിയിട്ടുള്ളത്. നോമ്പ് ശ്രേഷ്ഠമായ ആരാധനയാണ്. ഒരു സുന്നത്ത് നോമ്പിനെ കുറിച്ച് എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അത് മൻ സോമ യൗമം ഫീ സബീലില്ല, ഒരു ദിവസത്തെ നോമ്പ് അയാളെ നരകത്തിൽ നിന്ന് 70 വർഷത്തിൻ്റെ ദൈർഘ്യത്തിലേക്ക് രക്ഷപ്പെടുത്തുമെങ്കിൽ അങ്ങനത്തെ സുന്നത്ത് നോമ്പുകൾ കൊണ്ട് ധന്യമാക്കുകയായിരുന്നു നബി തങ്ങൾ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് യുർഫഉൽ അഅ്മാൽ, അമലുകൾ ഉയർത്തപ്പെടുന്ന, തുർഫഉൽ അഅ്മാൽ, അമലുകൾ ഉയർത്തപ്പെടുന്നതാണ്. അപ്പോൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് വ്യക്തമാക്കി തരുന്നത് നബി നോമ്പും അതോടൊപ്പം നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ എന്ന് പറയുമ്പോൾ വേറെയും അമലുകൾ സജീവമായി ഇതിൽ പരിഗണിച്ചിരുന്നു എന്നാണ്. അതിൽ നമുക്കറിയാം ദഅവത്ത് ഷഅബാനിൽ സജീവമാക്കാം, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, ദാനധർമ്മങ്ങൾ, അതേപോലെ തന്നെ ഫർള് നമസ്കാരങ്ങളോടനുബന്ധിച്ചുള്ള ഐച്ഛിക സുന്നത്തുകൾ. ഇപ്പോൾ ഐച്ഛിക സുന്നത്തുകളുടെയൊക്കെ ശ്രേഷ്ഠത എത്രയാണെന്ന് നബി തങ്ങൾ പറഞ്ഞു, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി മാ ഫറലഹ, അള്ളാഹുവിന് ഒരു അടിമയോട് നിർബന്ധമാക്കിയ അമലാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്നാൽ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, ഐച്ഛിക കർമ്മങ്ങൾ കൊണ്ട് ഒരടിമ എന്നിലേക്ക് അടുത്താൽ, അപ്പോൾ എന്താ അവിടെ പരിഗണിച്ചത്? സുന്നത്തായ മറ്റു ധാരാളക്കണക്കിന് കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾ കൊണ്ട് എന്നെ പരിഗണിച്ചാൽ ഹത്ത ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ഈ ഫർള് നോമ്പ് വരുന്നതിന് മുമ്പ്, ഇപ്പോൾ സുന്നത്ത് നോമ്പുകൾ, മറ്റു ഐച്ഛിക നമസ്കാരങ്ങൾ, മറ്റു കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്നു. ഫഇദാ അഹ്ബബ്തു കുൻതു സമഅഹു അല്ലദി യസ്മഉ ബിഹി, അയാൾ കേൾക്കുന്ന ചെവി ഞാനായി മാറുക, അയാളുടെ കാത് ഞാനായി മാറുന്നു, അയാളുടെ കണ്ണ് ഞാനായി മാറുന്നു, അയാളുടെ കൈകൾ ഞാനായി മാറുന്നു, അയാളുടെ കാല് ഞാനായി മാറുന്നു എന്ന് അള്ളാഹു പറഞ്ഞതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ശറഹ്, ഇത് പുരോഹിതന്മാർ യഥാർത്ഥത്തിൽ വളരെ വികലമായി ഉപയോഗപ്പെടുത്തിയൊരു ഹദീസ് കൂടിയാണ് അവരുടെ അന്ധവിശ്വാസങ്ങൾക്ക്. സത്യത്തിൽ ഇതിൻ്റെ ആശയം എന്താണ്? ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശറഹ്, ഇങ്ങനെ ഐച്ഛിക കർമ്മങ്ങളിലൂടെ ഒരടിമ എന്നിലേക്ക് അടുത്താൽ എനിക്കിഷ്ടപ്പെടുന്നത് മാത്രമേ പിന്നെ അയാളെ കണ്ണുകൊണ്ട് കാണുള്ളൂ. അങ്ങനത്തെ ഒരു പദവിയിലേക്ക് അയാൾ ഉയരും. എനിക്കിഷ്ടപ്പെട്ടത് മാത്രം കേൾക്കുന്ന ഒരടിമ, എനിക്കിഷ്ടപ്പെട്ടത് മാത്രം ചെയ്യുന്ന, പ്രവർത്തിക്കുന്ന, കൈകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരടിമ, എനിക്കിഷ്ടപ്പെട്ടയിടത്തേക്ക് മാത്രം പോകുന്നൊരടിമ. അപ്പോൾ നോക്കൂ, നമ്മൾ ഷഅബാൻ മാസത്തിൽ ഈ നോമ്പിനോടൊപ്പം മറ്റു സൽക്കർമ്മങ്ങൾ കൂടി ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ കണ്ണ് വിശുദ്ധിയിലേക്ക് ചെന്നെത്തുകയാണ്. നമ്മുടെ കൈകൾ, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ എല്ലാം. അപ്പോൾ ഷഅബാനിൽ ഇത് ഒരു വലിയ ഹിക്മത്താണ്. റമളാൻ വന്നെത്തുന്നതിന് മുമ്പ് യാതൊരു കോട്ടവും ന്യൂനതയുമില്ലാതെ റമളാനിൻ്റെ പൂർണ്ണ പ്രതിഫലം നേടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വിശ്വാസിയുടെ മാനസികാവസ്ഥയെ, അയാളുടെ പ്രവർത്തനങ്ങളെ ഉയർത്തുക എന്ന വലിയ ഹിക്മത്താണ് ഷഅബാനിനെ ഇതുപോലെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് ഖിയാമുൽ ലൈൽ. ഇപ്പോൾ നമ്മളൊക്കെ ചില ആളുകൾ തീരെ നമസ്കരിക്കാറില്ല ഖിയാമുൽ ലൈൽ, ചില ആളുകൾ വളരെ 1-3 റക്അത്തൊക്കെ ആയിട്ട് നമസ്കരിക്കും. അത് തന്നെ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ വളരെ ചുരുങ്ങിയ ആയത്തുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഖിറാഅത്ത് ഓതിക്കൊണ്ട് 10 ആയത്ത് ഓതിക്കൊണ്ട് ആരെങ്കിലും ഒരു ഖിയാമുൽ ലൈൽ നിർവഹിച്ചു കഴിഞ്ഞാൽ അയാൾ ലം യുക്തബു മിനൽ ഗാഫിലീന. ഗാഫിൽ എന്ന് പറയുന്നത് കുറ്റകരമായ തെറ്റാണ്. എന്നുവെച്ചാൽ അശ്രദ്ധയിൽ ജീവിക്കുക എന്നുള്ളത്. മരണം മുന്നിലിരിക്കെ, ഖബർ പിന്നിലിരിക്കെ, അതിൻ്റെ അപ്പുറത്ത് ഖിയാമത്ത് വരാനിരിക്കെ അശ്രദ്ധയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കുറ്റകരമായ അനാസ്ഥയാണ്. 10 ആയത്ത് ഓതിക്കൊണ്ട് രാത്രി നമസ്കരിക്കുന്ന ഒരു വ്യക്തി, അയാൾ പിന്നെ അശ്രദ്ധൻ എന്ന അവസ്ഥ മാറിക്കിട്ടുന്ന ധന്യതയിലേക്ക് എത്തിപ്പെടും. അത് 100 ആണെങ്കിലോ അയാൾ കുത്തിബ മിനൽ ഖാനിത്തീൻ, ഭക്തരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെടും. അത് 1000 ആയത്തോതിക്കൊണ്ട് രാത്രി നമസ്കരിക്കുകയാണെങ്കിലോ അയാൾ മിനൽ മുഖൻത്വരീൻ, അമ്പരച്ചുംബികളായ പർവ്വത സമാന പ്രതിഫലം നേടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ക്രമപ്രവൃദ്ധമായി നമ്മുടെ ഈമാനിനെ, ഇഖ്ലാസിനെ ഒക്കെ നന്നാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഷഅബാനിലെ ഈ പുണ്യങ്ങൾ കൊണ്ട് അതിനെ ധന്യമാക്കി റമളാൻ വന്നെത്തുന്നതിന് മുമ്പ് ഒരു ആത്മീയമായ ഒരവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാൻ മാസത്തെ ഇത്തരം ധാരാളക്കണക്കിന് പുണ്യങ്ങൾ കൊണ്ട്, നോമ്പ് കൊണ്ട്, അപ്പോൾ നോക്കി സാധാരണ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യാഴം തിങ്കൾ ദിവസങ്ങളിൽ അമൽ ഉയർത്തപ്പെടുന്നു എന്നാണ്.
പക്ഷേ ഷഅബാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷഅബാനിൻ്റെ രാവും പകലും അടിമകളുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തും. അപ്പോൾ ആ മാസം മുഴുവൻ സൽക്കർമ്മങ്ങൾ പടച്ച റബ്ബിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന, അത് പരിഗണനീയമാക്കപ്പെടുന്ന ഒരു വലിയ ഒരു പുണ്യങ്ങളുടെ ഒരു മുഹൂർത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷഅബാനിനെ ഏറ്റവും ധന്യമായി വിശ്വാസികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചതുപോലെ തന്നെ പരിഗണിക്കുക എന്നതാണ് അതിൻ്റെ യുക്തി. അപ്പോൾ ഇസ്ലാം ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് തന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് നമ്മുടെ ചർച്ച പോകുമ്പോൾ ഒരു ചെറിയൊരു സംസാരത്തിൻ്റെ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് ചർച്ച തുടരാം. ഷഅബാനിൽ 15-ാം രാവിനാണ് ബറാഅത്ത് രാവ് എന്ന് പറയാറുള്ളത്. അത് വലിയ പുണ്യമുള്ളൊരു രാത്രിയാണ്. ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള രാത്രിയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഷഅബാനിന്റെ 15-ാം രാവ് അന്ന് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, സദഖ വർദ്ധിപ്പിക്കുക, സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അതിന്റെ പുറമെ മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്ക് ഒരു 3 യാസീൻ ഓതുക, ഇതെല്ലാം മുൻഗാമികളായ മഹാന്മാർ ചെയ്തു വന്നിട്ടുള്ള സൽക്കർമ്മങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊരു കാര്യത്തിലെടുത്ത് നോക്കിയാലും ആളുകൾക്കിടയിലുള്ളൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സുന്നത്തായ തലം ഉണ്ടാവും. അതിനെ ഒരുപക്ഷെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായോ ഭാഗികമായോ എടുത്തൊഴിവാക്കിയിട്ട് അവിടെയൊക്കെ കുറേ ബിദഅത്തുകൾ കൊണ്ടുവന്ന് വെച്ച് കിട്ടേണ്ട കൂലി പോലും ഇല്ലാതാക്കുന്ന പണി എല്ലായിടത്തും കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ ദീർഘമായ അതിൻ്റെ സുന്നത്തുകളുടെ വശം ഇവിടെ വിശദീകരിക്കപ്പെട്ടു. പക്ഷെ ഇങ്ങനെ അതിൻ്റെ 15-ന് പ്രത്യേകത കൊടുത്തിട്ട് എന്തെങ്കിലും പ്രാധാന്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ബിസ്മില്ലാ. മുസ്തഫദിന് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഒരു ഓർഡർ പറഞ്ഞു. നമ്മളെ ഷാബാനിൽ വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഷാബാൻ 15-നൊരു പ്രത്യേകത ഉണ്ട്, അതിനെന്ത് ഒരു ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയുന്ന കുറേ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ അതിൻ്റെ യഥാർത്ഥ നിലപാട് പഠിക്കണം, ഇല്ലെങ്കിൽ കുറേ അപകടങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഇത്തരം ആളുകളുടെ വാദമാണ്, ഒന്ന് ഷാബാൻ 15-ന് പ്രത്യേകമായ നോമ്പുണ്ട് എന്നവർ വാദിക്കാറുണ്ട്. 2 അവർ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഷാബാൻ 15-ന് അന്നൊരു 3 യാസീനെങ്കിലും നിങ്ങളെന്താ ഓതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചില ആളുകൾ ഈ സൂറത്തല്ല പറയുന്നത്, വേറെ ചില സൂറത്തിൽ ഓതണം എന്ന് പറയും. ഖുർആനിൽ ഇന്ന സൂറത്തുകൾ ആ ദിവസം ഓതൽ പ്രത്യേക സുന്നത്താണ് എന്ന് പറയാറുണ്ട്. അതേപോലെ ലൈലത്തുൽ മുബാറക്കയാണെന്ന് പറയാറുണ്ട്. അഥവാ ഖുർആൻ ഇറങ്ങിയത് ഷാബാൻ 15-നാണ് എന്ന് പോലും വിശ്വസിക്കുന്ന ആളുകൾ ചില തഫ്സീറുകളുടെ ദുർബലമായ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയാറുണ്ട്. അതേപോലെ തന്നെ സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ പ്രത്യേക നിസ്കാരം 1000 റക്അത്ത് എന്ത് ചെയ്യണം അന്ന് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഷാബാൻ 15-ന് പ്രത്യേക നോമ്പുണ്ട് എന്ന് പറയുന്നൊരു ഹദീത്തില്ല, സ്വഹീഹായ ഹദീത്തില്ല. അതിന് അവർ സാധാരണ കൊണ്ടുവരുന്ന ഹദീത്ത് അവർ പറയാറുള്ള ഈദാക്കാനത്ത് ലൈലത്തു നിസ്ഫ് മിൻ ഷാബാൻ ഫഖൂമു ലൈലഹ വസൂമു യൗമഹ എന്ന് പറയുന്നൊരു ഹദീത്താണ്. അഥവാ ഷാബാൻ 15-ൻ്റെ അന്ന് അതിൻ്റെ പകലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നോമ്പ് നോൽക്കണം, അതിൻ്റെ രാത്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രാത്രി നമസ്കാരം നിർവഹിക്കണം എന്ന് പറയുന്ന ഹദീത്താണ് അതിന് തെളിവായിക്കൊണ്ട് അവർ കൊണ്ടുവരാറുള്ളത്. ഈ ഹദീത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് മൗദൂആണ്, കെട്ടിച്ചമച്ച ഹദീസാണ്. അഥവാ സ്വഹീഹല്ലാത്ത യാതൊരു തെളിവുമില്ലാത്ത ഹദീത്താണ്, ദുർബലമായിട്ടുണ്ടാക്കി കെട്ടിയുണ്ടാക്കിയ ഹദീത്താണ്. അതിൽ ആ ഹദീത്തിനെക്കുറിച്ച് പല ഇപ്പം ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കെട്ടിച്ചമക്കപ്പെട്ട ഹദീത്തുകൾ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഈ ഹദീത്തിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കെട്ടിച്ചമച്ചാണ്, ദുർബലമായ ഹദീത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇമാം ബൈഹക്കി അദ്ദേഹത്തിൻ്റെ ഷുഅബുൽ ഈമാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥം, അതിൽ ഈ ഹദീത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിലും അദ്ദേഹം ഇത് ദുർബല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇമാം അബൂ ഷാമ അഷാഫി എന്ന് പറയുന്ന പ്രമുഖനായ പണ്ഡിതനാണ്, അദ്ദേഹം പിന്നെ ഈ ഹദീത്തിനെ നിരൂപണം നടത്തിയത് ദുർബലമാണെന്നാണ്. അഥവാ ഹദീത്തിൻ്റെ ലോകത്ത് പ്രമുഖരായ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീത്തിനെക്കുറിച്ച് ഇത് മൗദൂആണ്, ഇത് കെട്ടിയുണ്ടാക്കിയ ഹദീത്താണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷാബാൻ 15-ൻ്റെ അന്ന് പ്രത്യേകമായൊരു നോമ്പ് നോൽക്കണം എന്നതിന് എന്തില്ല, ദലീലില്ല. എന്നാൽ അവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഈ ഷാബാൻ 15-ൻ്റെ അന്നത്തെ അവർ പറയുന്ന നോമ്പാണ് ഇല്ലാത്തത്, യഥാർത്ഥത്തിൽ അവിടെ ഒരു നോമ്പുണ്ട്. അതേതാണ്? അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് അവിടെ ഉണ്ട്, അതിനെ നമ്മൾ ആരും എതിർക്കുന്നില്ല. അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ അറബി മാസങ്ങളിലെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുസ്ലിങ്ങളായ ആളുകൾ ഷാബാൻ 15-ന് നോമ്പ് നോൽക്കുന്ന ആൾക്കാരാണ്. കാരണം ഈ നോമ്പിനെ കുറിച്ച് ഹദീത്തിൽ വന്നിട്ടുണ്ട്, ആ നോമ്പ് പ്രത്യേകത ഉള്ളതാണ്, സുന്നത്തുള്ളതാണ്. പ്രത്യേകമായ ബറാഅത്തിൻ്റെ നോമ്പാണ് എന്ന നോമ്പാണിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന് ദലീലില്ല, അതിന് തെളിവില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഈ പിന്നെ ഇന്നിപ്പോൾ സമൂഹത്തിൽ ഇവർ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നോമ്പ് ആരാധനകളൊക്കെയാണ് കടത്തിക്കൂട്ടുന്നത്. ഇവരുടെ പണ്ഡിതന്മാർ, ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ തന്നെ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത് പിന്നെ കണ്ണിയത്ത് സ്മരണിക, ഷെയ്ഖുന കണ്ണിയത്ത് സ്മരണിക എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധീകരണമുണ്ട്. അവരുടെ പ്രമുഖനായ വലിയ നേതാവായിരുന്നു. അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നു ചോദ്യം എന്നറിയോ? ചോദ്യകർത്താവ് TK മൊയ്ദ് മുസ്ലിയാർ ചോദ്യം 4 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ബറാഅത്തിന് പ്രത്യേക നോമ്പ് സുന്നത്താണെന്ന് തൃക്കരിപ്പൂരിലെ ഒരു മുസ്ലിയാർ വാദിക്കുന്നു. മറ്റൊരു മുസ്ലിയാർ സുന്നത്തില്ല എന്നും വാദിക്കുന്നു. ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിൻ്റെ ബലപ്പെട്ട അഭിപ്രായവും തീരുമാനവും വിവരിച്ച് എഴുതി തരുവാൻ വിനീതമായി അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത്, സംശയം ഉന്നയിക്കുന്നത്. അപ്പോൾ ആ സംശയത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി, അദ്ദേഹം ഒരു ഇബാറത്ത് കൊടുത്തിട്ട് പറയുന്നു, വഅമ്മാ സൗമു യൗമിഹ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസു കൗനിഹി മിൻ ജുംലിഹി ലി അയ്യാമിൽ ബീലി ലാ മിൻ ഹൈസു ഖുസൂസിയത്തിഹ എന്ന് പറഞ്ഞാണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വാചകം എങ്ങനെയാണ്? മേൽപ്പറഞ്ഞ ഇബാറത്ത് കൊണ്ട് ബറാഅത്തിൻ്റെ നോമ്പ് അയ്യാമുൽ ബീലിൽപ്പെട്ടതായ നിലക്ക് സുന്നത്താണെന്നല്ലാതെ സ്വന്തം ബറാഅത്തിൻ്റെ നോമ്പായ നിലക്ക് സുന്നത്തില്ലെന്ന് സ്ഥിരപ്പെട്ടു. എന്നാൽ ഇബ്നു മാജൻ്റെ സുന്നത്താണെന്നുള്ള ഹദീസ് ദഈഫുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ഇത് ബറാഅത്തിൻ്റെ നോമ്പാണ് എന്നുള്ളത് എന്തല്ല, അത് തെളിവുള്ള കാര്യം, അത് ദുർബലമാണ് എന്ന് കണ്ണിയത്ത് സ്മരണികയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന ബറാഅത്ത് രാവ് SYS ബുക്സ് പുറത്തിറക്കിയ P മുഹമ്മദ് മുസ്ലിയാർ കാരക്കുന്ന് എഴുതിയ പുസ്തകമാണ്. അതിൽ ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ 15 പകലിൽ വ്രതം അനുഷ്ഠിച്ചിരുന്നുവെന്ന് പറയുന്ന ഒരു ഹദീസ് അൽ ബസായിർ 177 പേജിൽ കാണുന്നു. എന്നാൽ ആ ഹദീസുകളുടെ പ്രാബല്യത്തെക്കുറിച്ചും സംശയമുള്ള ചില പണ്ഡിതന്മാർ അന്ന് പ്രത്യേക നോമ്പ് സുന്നത്തില്ലെന്ന് പറയുന്നുണ്ട്. മറ്റൊരു വിഭാഗമാകട്ടെ പ്രസ്തുത ഹദീസുകൾ ലക്ഷ്യത്തിന് കൊള്ളാവുന്നവയാണെന്നും പ്രത്യേകമായി അന്ന് നോമ്പ് സുന്നത്താണെന്ന് വ്യക്തമാക്കുന്നു. ആദ്യത്തെ അഭിപ്രായക്കാരിൽപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ വായിച്ച ഇബാറത്ത് അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അഥവാ ആ ദിവസത്തെ നോമ്പ് അയ്യാമുൽ ബീലിൽ എല്ലാ മാസവും 13, 14, 15 തീയതികളിൽ പെടുന്ന നോമ്പാണ് എന്ന നിലക്കല്ലാതെ പ്രത്യേക സുന്നത്തില്ല എന്ന് ഫത്താവൽ കുബ്ര 2ാം വാള്യം പേജ് 80 എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞ നോമ്പ് എന്തല്ല, അത് സുന്നത്തല്ല, അത് ദുർബലമായ ഹദീസാണ് എന്നാണ് പറയുന്നത്. ഇത് സുന്നി അഫ്കാറാണ്. സുന്നി അഫ്കാറിൽ അതിൽ നമുക്ക് പിന്നെ മസ്ഊൽ അഥവാ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അതിലൊരു ചോദ്യം എന്താ വെച്ചാൽ, സൂറത്തു ദുഖാനിൽ പരാമർശിച്ച ബറക്കത്താക്കപ്പെട്ട രാത്രി ഷഅബാൻ 15ാമത്തെ രാത്രിയാണെന്ന് സുന്നികൾ വിശ്വസിക്കുന്നു. ഇതനുസരിച്ച് സുന്നികൾ ആ രാവിനെയും അതിൻ്റെ പകലിനെയും ബഹുമാനിക്കുകയും പ്രത്യേക പ്രാർത്ഥനകളും മറ്റും നടത്തുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദുഖാൻ സൂറയിൽ പറഞ്ഞ രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദർ ആണെന്ന് ഉൽപ്പതിഷ്ണു വിഭാഗം പറയുന്നു. അവർ ഷഅബാൻ 15 പ്രത്യേക പരിഗണനയൊന്നും നൽകുന്നില്ല. റാസി, ഇബ്നു കസീർ, ഖുർത്തുബി തുടങ്ങിയ തഫ്സീറുകളുടെ പിൻബലം ഈ അഭിപ്രായത്തിനാണുള്ളത്. മസ്ഊൽ എന്തു പറയുന്നു? ഇതാണ് ചോദ്യം. അഥവാ ലൈലത്തുൽ മുബാറക്കയാണ്, ഷാബാൻ 15 പറഞ്ഞ ലൈലത്തുൽ മുബാറക്കയാണ്, അന്നാണ് ഖുർആൻ ഇറങ്ങിയതാണ് എന്ത് ചെയ്യുന്നത് ഇവരിൽ ചില ആളുകൾ പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയത് എന്നാണെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ഖദറിലൂടെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ആ അധ്യായത്തിൽ ഖുർആൻ അവതീർണമായത് എന്നാണ്, ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ എന്നാണ്, അത് റമദാനിലാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, നമ്മൾ വരാൻ പോണ മാസമാണ്. അതുകൊണ്ട് തന്നെ ആ വാദം അവിടെ തന്നെ എന്താണ്, ഷാബാൻ 15 ഖുർആൻ അവതീർണമായത് എന്ന വാദം ഖുർആനെതിരാണ്. മനസ്സിലായില്ല? അപ്പോൾ അത് ഖുർആനെതിരാണ്, ആ ആയത്ത് ഖുർആനെതിരാണ്. അപ്പോൾ ഷാബാൻ 15 എന്തില്ല, പ്രത്യേക നോമ്പില്ല. ഷാബാൻ 15 ഖുർആൻ ഇറങ്ങിയത് എന്നതിനെന്തില്ല, യാതൊരു തെളിവുമില്ല. അതേപോലെ തന്നെ ഷാബാൻ 15 പ്രത്യേക നിസ്കാരം, അതിന് ദലീലുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ നമ്മളെന്തുകൊണ്ടാണ് ഖിയാമുൽ, ഇപ്പോൾ നേരത്തെ മുസ്താമദിനി പറഞ്ഞു രാത്രി നിസ്കാരം പറഞ്ഞു, നമ്മളെന്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാ? രാത്രി നമസ്കാരമാണ്. അതുകൊണ്ട് വിശ്വാസികൾ രാത്രി നിസ്കരിക്കുന്നു. അതേപോലെ തന്നെ റവാത്തിബ് നമ്മൾ 12 റക്അത്ത് അല്ലെങ്കിൽ 10 റക്അത്ത് 2 ഹദീസുകളും വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഹദീസിലുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഇവർ പറയുന്നത് പോലെ 1000 റക്അത്ത് നമസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ, അത് ഹദീസിൻ്റെ തെളിവുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഷാബാൻ 15 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പിന്നെ ആ ശ്രേഷ്ഠതകളല്ലാതെ, അഥവാ അയ്യാമുൽ ബീദിൻ്റെ ശ്രേഷ്ഠതയല്ലാതെ മറ്റു ശ്രേഷ്ഠതകൾ അവിടെ കാണുന്നില്ല, ഹദീസുകളിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം അനാചാരങ്ങളിൽ നിന്ന്, ഇത്തരം ബിദാത്തുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, മാറി നിൽക്കണം. ഇത് ബിദാത്താണ്, ആ ബിദാത്തുകൾ ചെയ്താൽ നമ്മൾ എങ്ങോട്ടാ പോകുക, നമ്മുടെ നരകത്തിലേക്ക് പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഗൗരവത്തിൽ പരിഗണിക്കേണ്ടത് വെച്ചാൽ, വ്യാപകമായി സമൂഹത്തെ കൊണ്ട് ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഗുരുതരമായ
അക്രമമാണ്. കാരണം ദീനിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത ഒരു കാര്യം, മൻ അമില അമലൻ ലൈസ അലൈഹി അമ്രുന ഫഹൂറത്ത്, തള്ളിക്കളയും. ആ അമലും തള്ളും, അമൽ അത് ആ തെളിവിനും തള്ളണം എന്നാണ്. ഇന്ന് നോൽപ്പിക്കുന്ന ആളുകളുടെ മുൻഗാമികൾ തന്നെ എന്താ പറഞ്ഞത്? അവരുടെ ഇത് ഇല്ല, ഇത് ലഈഫാണെന്ന് അതും കൂടെ എന്ത് ചെയ്യണം ശ്രോതാക്കൾ ശരിക്കും പരിഗണിക്കണം. അപ്പോൾ തീർച്ചയായും നമ്മൾ പ്രമാണം എന്ത് പറയുന്നു എന്നിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന കർമ്മം പുണ്യമാകുന്നത്, പ്രതിഫലാർഹമാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ആ വിഷയത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി കൂട്ടിച്ചേർക്കുകയാണ്.